വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്നേഹജ്വാല എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉത്തമഗീതം 8-ാം അധ്യായം 6-7 വാക്യങ്ങൾ. എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രമോതിരമായി നിന്റെ ഭുജത്തിന്മേലും വെച്ചു കൊള്ളണമേ. പ്രേമം മരണം പോലെ ബലമുള്ളതും പത്നിവൃത ശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു. അതിൻ്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യ ജ്വാലയും തന്നെ. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ, നദികൾ അതിനെ മുക്കിക്കളയുകയില്ല. ഒരുത്തൻ തൻ്റെ ഗൃഹത്തിലുള്ള സർവ്വസമ്പത്തും പ്രേമത്തിനു വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചു കളയും. പുരാതന ഗ്രീക്ക് തത്വചിന്തകർ വെള്ളം ഭൂമിയുടെ ശക്തിയാണെന്നും തീ സ്വർഗത്തിൻ്റെ ശക്തിയാണെന്നും വിശ്വസിച്ചു. അവരുടെ ന്യായവാദം ഇതായിരുന്നു: മഴ എപ്പോഴും മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നു, പക്ഷെ തീയുടെ ജ്വാല എപ്പോഴും മുകളിലേക്ക് ഉയരുന്നു. തീയിൽ നിന്നുള്ള പുക പോലും സ്വർഗത്തിലേക്ക് നീങ്ങുന്നു. ജ്ഞാനിയായ ശലോമോൻ ഒരു തീജ്വാലയിലേക്ക് നോക്കുമ്പോഴെല്ലാം അതിൽ സ്നേഹത്തിൻ്റെ പ്രതീകമായി കണ്ടു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, അതിൻ്റെ ജ്വാലകൾ അഗ്നിജ്വാലകളാണ്, ഏറ്റവും ഉഗ്രമായ ജ്വാലയാണ്. പല വെള്ളങ്ങൾക്കും സ്നേഹത്തെ കെടുത്താൻ കഴിയുകയില്ല, വെള്ളപ്പൊക്കങ്ങൾക്കും അതിനെ മുക്കിക്കളയാൻ കഴിയുകയില്ല എന്ന് ഇത് ഉത്തമഗീതം 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഈ സ്നേഹജ്വാല ജ്വലിച്ചതിനാൽ നമ്മെ അന്വേഷിക്കാൻ അവൻ സ്നേഹത്തിലും കാരുണ്യത്തിലും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ സ്നേഹത്തിന് വേണ്ടി അവൻ ക്രൂശിൻ്റെ മരണത്തിന് തന്നെ സമർപ്പിച്ചു. അതേ സ്നേഹത്തിൽ നിന്ന് അവൻ നമ്മെ പരിശുദ്ധാത്മാവിനാലും ആർക്കും തടയാൻ കഴിയാത്ത സ്നേഹത്താലും നിറയ്ക്കുന്നു. ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുമ്പോൾ അതൊരു ജ്വലിക്കുന്ന ജ്വാല പോലെ സ്വർഗത്തിലേക്ക് ഉയരുന്നു. ഒരു ചെറിയ തീ മാത്രം കത്തുന്നുണ്ടെങ്കിൽ ഒരു കാറ്റിന് അത് എളുപ്പത്തിൽ കെടുത്താൻ കഴിയും. എന്നാൽ ശക്തമായ ഒരു തീ ആളിക്കത്തുകയാണെങ്കിൽ പരീക്ഷണങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കാറ്റു വീശുമ്പോൾ അത് കെടുത്തിക്കളയില്ല, മറിച്ച് അത് കൂടുതൽ തിളക്കത്തോടെ കത്തിക്കൊണ്ടേയിരിക്കും. പരീക്ഷണങ്ങൾ വലുതാകുമ്പോൾ ജ്വാല കൂടുതൽ ജ്വലിക്കുന്നു. കർത്താവ് നമ്മിൽ സ്ഥാപിക്കുന്ന തീ സാധാരണ തീയല്ല, അത് സവിശേഷമാണ്. പരീക്ഷണ സമയങ്ങളിലും യുദ്ധത്തിൻ്റെ ചൂടിലും അത് വിശുദ്ധ തീഷ്ണതയിലൂടെ അതിലും വലിയ ജ്വാലയായി മാറുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ഏതു തരം തീയാണുള്ളത്? ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ ക്ഷീണിതനാകുന്നുണ്ടോ? ചെറിയ എതിർപ്പിൽ നിങ്ങളുടെ ഹൃദയം നഷ്ടപ്പെടുന്നുണ്ടോ? കുഴപ്പത്തിൻ്റെ ആദ്യ സൂചനയിൽ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? പ്രിയ ദൈവ പൈതലെ, പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ജ്വലിക്കേണ്ടതിന് എന്നിലൊരു വലിയ തീ തരണമേ എന്ന്. അവൻ തൻ്റെ സ്നേഹത്തിൻ്റെ ജ്വാലയാൽ നിങ്ങളെ നിറയ്ക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം റോമർ 5-ാം അധ്യായം 5-ാം വാക്യം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ സദൃശ്യവാക്യങ്ങൾ 19, 20, 21 അധ്യായങ്ങൾ. വൈകുന്നേരം 2 കൊരിന്ത്യർ 7-ാം അധ്യായം. ആമേൻ.